നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പൂവരണിയിൽ ഭാര്യയെയും 3 പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. കൊല്ലപ്പെട്ടത് 4, 2, 7 മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങൾ. സാമ്പത്തിക ബാധ്യത കൂട്ടക്കൊലപാതകത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പുതിയ പദ്ധതികളുടെ ആവിഷ്കാരം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേന്മയെന്ന് മന്ത്രി VN വാസവൻ. സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുമോദിച്ചു. ആനുകൂല്യ നിഷേധത്തിനെതിരെ NGO അസോസിയേഷൻ. സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ അവകാശ ചങ്ങല. വാർത്തകൾ വിശദമായി. പാലാ പൂവരണിയിൽ ഭാര്യയെയും 3 മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. അകലക്കുന്നം ഞണ്ടുപാറ സ്വദേശി ജെയ്സൺ തോമസിനെയും കുടുംബത്തെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലാ പൂവരണിയിൽ ഭാര്യയെയും 3 മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. അകലക്കുന്നം ഞണ്ടുപാറ കുടിലിപ്പറമ്പിൽ ജെയ്സണാണ് ഭാര്യ മറീന ബെന്നിയെയും മക്കളായ 4 വയസ്സുകാരൻ ജെറാൾഡ്, 2 വയസ്സുകാരി ജെറീന, 7 മാസം പ്രായമുള്ള ഇളയ കുഞ്ഞ് ജെറിൽ എന്നിവരെ കൊലപ്പെടുത്തിയത്. തുടർന്ന് ജെയ്സൺ തൂങ്ങി മരിക്കുകയായിരുന്നു. വീടിനുള്ളിൽ കട്ടിലിൽ വെട്ടേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മറീനയുടെ മൃതദേഹം. കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പൂവരണി കൊച്ചുകൊട്ടാരം ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ. ജെയ്സൺ ഡ്രൈവറാണ്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മരണകാരണം വ്യക്തമല്ല. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൂവരണിയിലെ കൂട്ടക്കൊലപാതകത്തിൽ നടുങ്ങി നാട്. 3 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയത് കാണെ നാട്ടുകാർ വിറങ്ങലിച്ചു നിന്നു. പാലാ പൂവരണിയിലുണ്ടായ കൂട്ടക്കൊലപാതകത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട്. അകലക്കുന്നം ഞണ്ടുപാറ സ്വദേശി ജെയ്സൺ തോമസാണ് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജീവൻ ഒടുക്കിയത്. പൂവരണി കൊച്ചുകൊട്ടാരം ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ 7 മണിയോടെ ജെയ്സൺ തന്റെ സഹോദരനെ വിളിക്കുകയും വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സഹോദരൻ വീട്ടിലെത്തിയപ്പോൾ സിറ്റൌട്ടിൽ അകത്തേക്ക് കയറി വരൂ എന്ന കുറിപ്പ് കണ്ടു. അകത്ത് കയറിയപ്പോൾ ജെയ്സന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വെട്ടേറ്റ് മരിച്ചു കിടക്കുന്നതും ജെയ്സൺ തൂങ്ങി നിൽക്കുന്നതുമാണ് കാണാനിടയായത്. സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടമരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുടുംബത്തിന്റെ ദാരുണാന്ത്യത്തിൽ നടുങ്ങി നിൽക്കുകയാണ് നാട്ടുകാർ. രാവിലെ മാണി സി കാപ്പൻ MLAയും ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികളും സ്ഥലത്ത് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. 2023-24 വർഷം മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അനുമോദിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോടൊപ്പം വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്നതാണ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേന്മയെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. 2023-24 വർഷം മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അനുമോദിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിട്ടയാർന്ന പ്രവർത്തനങ്ങളിലൂടെ അംഗീകാരത്തിന് അർഹരായവരെ മന്ത്രി അഭിനന്ദിച്ചു. അഡ്മിനിസ്ട്രേഷൻ ഒരു വാചകത്തിൽ പറഞ്ഞാൽ അതൊരു കലയാണ്. അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ആർട്ട്. അപ്പോ ആ കല ഭംഗിയായി വിനിയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് സംസ്ഥാന തലത്തിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനത്തെത്താൻ ഇടവന്നത്. നമുക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക മാത്രമല്ല, അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യും. എല്ലായ്പ്പോഴും ഭരണരംഗത്ത് ജനാധിപത്യം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വിനിയോഗിക്കുമ്പോൾ ജനങ്ങളെ എപ്പോഴും കൂടെ നിർത്തി ജനങ്ങളാണ് യജമാനന്മാരെന്ന് കണ്ട് ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്ന സങ്കല്പവും അർത്ഥപൂർണമാക്കി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളെ അവാർഡ് ജേതാക്കളാക്കി മാറ്റുന്നത്. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷയായിരുന്നു. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PV സുനിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ K മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അനുമോദനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK രഞ്ജിത്തും സെക്രട്ടറി K ശ്രീകലയും ചേർന്ന് മന്ത്രി VN വാസവനിൽ നിന്ന് ഏറ്റുവാങ്ങി. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 3ാം സ്ഥാനം കരസ്ഥമാക്കിയ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിനുള്ള അനുമോദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവലും സെക്രട്ടറി ശ്രീകുമാർ S കൈമളും ചേർന്ന് ഏറ്റുവാങ്ങി. ജില്ലാതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ K മേനോനും സെക്രട്ടറി TR രാജശ്രീയും ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ,
കോട്ടയം. ആനുകൂല്യ നിഷേധത്തിനെതിരെ കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ അവകാശ ചങ്ങല തീർത്തു. കോട്ടയത്ത് നടന്ന പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ആനുകൂല്യ നിഷേധത്തിനെതിരെ കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ചങ്ങല സൃഷ്ടിച്ചു. 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ അവകാശ ചങ്ങല തീർത്തത്. കോട്ടയത്തെ പ്രകടനമായാണ് ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ എത്തിയത്. സംസ്ഥാന സെക്രട്ടറി രഞ്ജു കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സംസ്ഥാന ജീവനക്കാരന് ഒരു ദിവസം ശമ്പളം വൈകുമ്പോൾ കഴിഞ്ഞ 3 വർഷക്കാലം സംസ്ഥാന ജീവനക്കാർക്ക് ക്ഷാമബത്ത 20% ലഭിക്കേണ്ട ശമ്പളത്തിന്റെ 20% മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം, ഒരു മാസത്തെ ശമ്പളം സറണ്ടർ മാറ്റിവെച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശിക പോലും നൽകാതെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ, ഇവിടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ സാധാരണ ജനങ്ങളെ പോലെ സംസ്ഥാനത്തെ ജീവനക്കാരും വിലക്കയറ്റത്തിന്റെ പൊറുതിമുട്ടിക്കൊണ്ട് ജീവിക്കുവാൻ നിർവാഹമില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുവാൻ സർക്കാർ നടപടികളെടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ജീവനക്കാർ നട്ടം തിരിയുമ്പോഴാണ് അവന്റെ തലയിൽ ഇടുത്തി പോലെ ഞാനും നിങ്ങളും പണിയെടുത്തതിന്റെ ശമ്പളം പോലും നൽകാതെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ജില്ലാ സെക്രട്ടറി സിജോ തോമസ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PC മാത്യു, കണ്ണൻ ആൻഡ്രൂസ്, സിറിൽ സഞ്ജു, ജോബിസൺ, ജോഷി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ക്യാൻസർ രോഗിയായ ശ്രീപ്രിയ തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. പാമ്പാടി ആലാമ്പള്ളി വലിയ പാറക്കൽ ഷൈജു പി തങ്കപ്പന്റെ മകളാണ് ഈ +2കാരി. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും പഠിച്ചു മിടുക്കിയാവണമെന്നാഗ്രഹിച്ച ശ്രീപ്രിയയെ ക്യാൻസർ എന്ന രോഗം പിടിമുറുക്കിയിട്ട് 2 വർഷത്തോളമായി. കഴുത്തിന്റെ വശങ്ങളിൽ കണ്ട നീരിന് ചികിത്സ തേടിയപ്പോഴാണ് ശ്രീപ്രിയയെ ബാധിച്ചിരിക്കുന്നത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത്. ഇതോടെ ചികിത്സ തിരുവനന്തപുരം RCCയിലേക്ക് മാറ്റി. ചികിത്സയുടെ ഭാഗമായി ഇതുവരെ 12 ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു. ഒരു കുത്തിവയ്പ്പിന് 86,000 രൂപയാണ് ചിലവ്. ഇനിയും ഈ ചികിത്സ തുടരണമെന്നാണ് കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത്രയും ഭാരിച്ച തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ശ്രീപ്രിയയുടെ കുടുംബം. ഇതുവരെ ചികിത്സ മുടങ്ങാതെയിരുന്നത് സുമനസുകളുടെ സഹായത്താലാണ്. എന്നാൽ ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാനുള്ള തുകയെ ഇനി ഇവരുടെ പക്കലുള്ളൂ. ഓട്ടോ ഡ്രൈവറായ ഷൈജുവിന് മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഷൈജുവിന്റെ അച്ഛനും അമ്മയും 3 മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയവും ഷൈജുവിന്റെ വരുമാനം മാത്രമാണ്. ഈ ഇഞ്ചക്ഷന് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഇഞ്ചക്ഷന് 86,000 രൂപയാണ്. ഇത് സാമ്പത്തിക നില കുറവാണ്. നേരത്തെ മാസത്തിലായിരുന്നു. മാസത്തിൽ 2 ഇഞ്ചക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം മാസത്തിൽ 1 ആക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരെണ്ണം കൂടെ എടുക്കാനുള്ള സാമ്പത്തികമേ എൻ്റെ കയ്യിലുള്ളൂ. മകന്റെ കഷ്ടപ്പാടിന് അല്പമെങ്കിലും ആശ്വാസമേകാൻ വാർദ്ധക്യവും ഹൃദ്രോഗവും വകവയ്ക്കാതെ ഷൈജുവിന്റെ അച്ഛൻ പാമ്പാടിയിലെ ആലയിൽ തന്നാലാവുന്ന പണിയെടുക്കുന്നുണ്ട്. ശ്രീപ്രിയയുടെ ചികിത്സയ്ക്കായി ഫെഡറൽ ബാങ്ക് പാമ്പാടി ശാഖയിൽ 11010100160792 എന്ന നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. രോഗത്തിന്റെ അവശതകൾക്കിടയിലും 65% മാർക്കോടെ +2 പാസ്സായെങ്കിലും ശ്രീപ്രിയയ്ക്ക് തുടർ പഠനത്തിനും സാധിച്ചിട്ടില്ല. അസുഖം പൂർണ്ണമായി ഭേദമായി ആരോഗ്യവതിയായി ഈ മിടുക്കി കുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നന്മയുള്ള മനസ്സുകൾക്കായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ശ്രീപ്രിയ നമ്മളുടെ സ്കൂളിൽ +1 +2 പഠിച്ച് ഇപ്പം പഠിത്തം കഴിഞ്ഞ് അവൾ ഇറങ്ങിയേക്കുന്ന കുട്ടിയാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവളിങ്ങനെ ഒരു അസുഖമാണെന്ന് ഒരിക്കലും നമ്മളോടത് പറഞ്ഞിട്ടില്ല. നന്നായിട്ട് പഠിക്കാൻ നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. എപ്പോഴും അവളുടെ മുഖത്ത് ഒരു ചിരി എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അവളോട് ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്കും വലിയ പ്രയാസമായി. ഇവളെ എങ്ങനെയും ഇവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അവളുടെ ആ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഇവളുടെ വയ്യാഴികയൊക്കെ മാറി ഒരു മിടുക്കി കുട്ടിയായിട്ട് തിരിച്ചു വരാനായിട്ടും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ശ്രീപ്രിയക്കുട്ടിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവളുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക സമാഹരിക്കുന്നതിൽ നിങ്ങളെല്ലാവരും ഒന്ന് കൈകോർത്ത് ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.
കോട്ടയം ഐമനത്തെ കുടുംബാരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കി പണിത ഐമനം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. പുതിയ കുടുംബാരോഗ്യ കേന്ദ്രം ഐമനത്തെ ജനങ്ങളുടെ പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഐമനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിലൂടെയാണെന്നും ജനങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ മികച്ച ചികിത്സ ലഭ്യമാക്കുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കാൻ ആതുരാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആർദ്രം പദ്ധതിയിലൂടെ തുടക്കം കുറിച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെ എത്ര എണ്ണമാണ് ഇതിനോടകം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത്തരത്തിൽ നമുക്ക് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ എല്ലാ നൂതനമായ ആശയങ്ങളും മുൻനിർത്തി പുത്തൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി നമുക്ക് ചികിത്സാ രംഗത്ത് മുന്നോട്ട് വരാൻ കഴിയുന്ന സാഹചര്യം സംജാതമാണ്. ഇന്ന് കേരളം ആ രംഗത്തുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന രൂപത്തിലാണ് ലോകത്തിന്റെ നെറുകയിൽ ആഗോള മാതൃക സൃഷ്ടിച്ച് കേരളം മുന്നിട്ട് നിൽക്കുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ MK വാസു ഓൾ ഇന്ത്യ സിവിൽ സർവീസ് നീന്തൽ ടൂർണമെന്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരൻ PT സിബിമോൻ, കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച നിർമ്മിതി കേന്ദ്രം അധികൃതർ എന്നിവരെ ചടങ്ങിൽ മന്ത്രി VN വാസവൻ ആദരിച്ചു. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പണി പൂർത്തിയാക്കിയത്. കെട്ടിടത്തിൽ 3 OP കേന്ദ്രങ്ങൾ, ലബോറട്ടറി, ഫാർമസി, നഴ്സസ് റൂം, നിരീക്ഷണ മുറി, ശൗചാലയങ്ങൾ തുടങ്ങി ഒട്ടനവധി സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാരങ്ങ മിഠായിയുടെ മധുരം നുണഞ്ഞ് പഴയ കാലത്തേക്ക് ഒരിക്കൽ കൂടി. മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് വയോജന സംഗമം പാമ്പാടിക്ക് വേറിട്ട അനുഭവമായി. പാമ്പാടി, വാഴൂർ, മാടപ്പള്ളി ബ്ലോക്കുകളുടെ മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് വയോജന സംഗമം പാമ്പാടി അസാബ് സ്കിൽ പാർക്കിൽ നടന്നു. പാമ്പാടി, വാഴൂർ, മാടപ്പള്ളി ബ്ലോക്കിലെ 20 പഞ്ചായത്തുകളിൽ നിന്നുള്ള വിവിധ വയോജന അയൽക്കൂട്ടങ്ങളിൽ നിന്നും 62 വയോജനങ്ങൾ പങ്കെടുത്തു. ആട്ടവും പാട്ടും കളിയും ചിരിയുമായി എല്ലാവരും പഴയകാല ഓർമ്മകളിലേക്ക് പോയി. പാമ്പാടി CDS ചെയർപേഴ്സൺ ലിസി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ ജോബി ജോൺ സന്ദേശം നൽകി. ബ്ലോക്ക് കോർഡിനേറ്റർമാർ, SD CRPമാർ, CDS അക്കൗണ്ടന്റ്, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ഒരു മനോഹരമായ അനുഭവമായിരുന്നു എന്നും ഇനി ഇതുപോലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കണമെന്നും വയോജനങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന് 560 രൂപയാണ് ഒറ്റയടിക്ക് ഉയർന്നത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 47,560 രൂപയായി. 1 ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 5,945 രൂപയിൽ വ്യാപാരം നടന്നു. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി സൂപ്രണ്ടായി ഡോക്ടർ സാവൻ സാറ മാത്യു ചുമതലയേറ്റു. എലിക്കുളം കൃഷിഭവന്റെ കീഴിൽ പടുതാക്കുളങ്ങൾ, മൺകുളങ്ങൾ തുടങ്ങിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ധനസഹായം അനുവദിക്കുന്നു. താൽപര്യമുള്ള കർഷകർ ഭൂമിയുടെ കരമടച്ച രസീത്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, ജലസംഭരണിയുടെ മൂല്യനിർണ്ണയ സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ലോഗോ പതിപ്പിച്ച ബാനർ വെച്ചുള്ള കുളത്തിന്റെ ഫോട്ടോയുടെ പേപ്പർ പ്രിന്റ് ഗുണഭോക്താവും ഫോട്ടോയിൽ ഉണ്ടാവണം. ഇവയുമായി പനമറ്റത്തുള്ള എലിക്കുളം കൃഷിഭവനിലെത്തി അപേക്ഷ നൽകണം. വിവരങ്ങൾക്ക് ഫോൺ 8281 136783. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂവരണിയിൽ ഭാര്യയെയും 3 പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. കൊല്ലപ്പെട്ടത് 4, 2, 7 മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങൾ. സാമ്പത്തിക ബാധ്യത കൂട്ടക്കൊലപാതകത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പുതിയ പദ്ധതികളുടെ ആവിഷ്കാരം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേന്മയെന്ന് മന്ത്രി VN വാസവൻ.
സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുമോദിച്ചു. ആനുകൂല്യ നിഷേധത്തിനെതിരെ NGO അസോസിയേഷൻ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ അവകാശ ചങ്ങല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.